ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട തടാകത്തിലാണ്. ശാസ്താംകോട്ട തടാകം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് അതോടൊപ്പം തന്നെ ശാസ്താംകോട്ടയുടെ ഒക്കെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായി എത്തുന്നത് ശാസ്താംകോട്ട തടാകത്തിൻ്റെ സംരക്ഷണ സമിതിയുടെ മെമ്പർ കൂടിയൊക്കെ ആയിരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേതാവ് കൂടി അല്ല പ്രവർത്തനം കൂടിയായിരുന്ന ദിലീപേട്ടനാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ദിലീപേട്ടനോട് ചോദിച്ച് നമുക്ക് ശാസ്താംകോട്ടയെക്കുറിച്ച് അതോടൊപ്പം തന്നെ കായലിനെക്കുറിച്ചും ശാസ്താംകോട്ടയുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ദിലീപേട്ടാ, സ്വാഗതം ദിലീപേട്ടാ. അപ്പോൾ ദിലീപേട്ടനോട് എനിക്ക് ആദ്യമായിട്ടൊരു ചോദ്യം ചോദിക്കാനാണ്. ഞാനിവിടെ വന്നപ്പോൾ 1-2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് വന്ന് ചോദിച്ചത് ഒള്ളി 2 ബോട്ട് ഈസ് ഹിയർ എന്നങ്ങാണ്ടാണ് ചോദിച്ചത്. 2 ബോട്ടുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ശുദ്ധജല തടാകമാണ്. അപ്പോൾ ഈ പേര് കൊണ്ടും പെരുമ കൊണ്ടും പ്രശസ്തി കൊണ്ടും നമ്മുടെ മിക്കവാറും നമ്മുടെ സംസ്ഥാനത്തും അതുപോലെ തന്നെ പുറത്തുമൊക്കെ തന്നെ ഈ തടാകത്തെ പറ്റി ആളുകൾക്ക് വലിയ ധാരണയാണുള്ളത്. അപ്പോൾ കൊല്ലത്തും ഒക്കെ എത്തുന്ന വിദേശികളായാലും അല്ലെ സ്വദേശികളായാലും അവരൊക്കെ തന്നെ ശാസ്താംകോട്ടയിലെത്തി ശാസ്താംകോട്ട തടാകവും അതിൻ്റെ പ്രകൃതി ഭംഗിയും ഒക്കെ അവർക്ക് കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്താറുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കുട്ടികളുമായി എത്തുന്നവർക്ക് ഇപ്പോൾ കുട്ടികൾക്ക് ഉല്ലസിക്കുന്നതിന് ഒരു പാർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ തടാക തീരത്ത് കൂടി നടന്നു പോകുന്നതിനുള്ള പ്രത്യേക പാതകളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യം അത് വളരെ അർത്ഥവത്തായ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട ടൂറിസം വലിയ ഒരു സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് ശാസ്താംകോട്ട. കാര്യം ഇവിടുത്തെ പ്രകൃതി ഭംഗിയും തടാകവും ഇവിടുത്തെ കാനന സദൃശ്യമായ മേഖലകളും ഒക്കെ തന്നെ ആളുകൾക്ക് നയനമനോഹരങ്ങളായ കുന്നുകളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നതിന് നമ്മുടെ ഈ ടൂറിസമോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നിരവധി നമുക്ക് വന്നു പോയിട്ടുള്ള സർക്കാരുകൾക്കോ ഒന്നും സാധിച്ചിട്ടില്ല. എന്നാൽ ഇത് ടൂറിസവുമായി ബന്ധപ്പെടുത്തി നിരവധി പദ്ധതികൾ ഒക്കെ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അവധി ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകളാണ് തടാകം സന്ദർശിക്കുന്നതിനും തടാകത്തിൽ ബോട്ട് സവാരിക്കുമൊക്കെയായി എത്തുന്നത്. എന്നാൽ ഇവിടെ ആകെയുള്ളത് എന്ന് പറയുന്നത് 2 സ്വകാര്യ ബോട്ടുകളാണ്. അപ്പോൾ ആ ബോട്ടുകളിൽ നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ സഞ്ചരിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ശുദ്ധജല തടാകം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ യന്ത്രവൽകൃതമായ ബോട്ടുകൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെതായ പ്രത്യേക പരിഗണന കിട്ടാത്ത തടാകവും സ്ഥലവും എന്നുള്ളത് കൊണ്ടും വേറെ നമുക്ക് ഇവിടെ ഉപയോഗപ്പെടുത്തുവാൻ യാതൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ എത്തുന്ന ആളുകൾക്ക് ഇപ്പോൾ ഈ തടാക തീരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമയം ചിലവഴിക്കുന്നതിന് അവർക്ക് ഒന്ന് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങളോ അല്ലെങ്കിൽ ബെഞ്ചുകളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിവിടെ സ്ഥലം എന്ന് പറയുന്നത് തന്നെ തടാക തീരത്തുള്ള സ്ഥലം ദേവസ്വം ബോർഡിൻ്റെയാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ടപ്പോൾ ടൂറിസത്തിൻ്റെ അധികാരികൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അവർക്ക് ടൂറിസത്തിന് ഈ സ്ഥലം അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ പണം മുടക്കി അവർക്ക് അവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവർക്ക് ആ സ്ഥലം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകിട്ടണം എന്നുള്ള ഒരു പുതിയ നയമാണ് ടൂറിസം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദേവസ്വം ബോർഡിൻ്റെയോ റവന്യൂവിൻ്റെയോ ഒക്കെ തന്നെ സ്ഥലങ്ങൾ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഉപയോഗിക്കുന്നതിന് MP MLA തലത്തിലൊക്കെയുള്ള ദേവസ്വം ബോർഡുമായിട്ടൊക്കെ ചേർന്ന് വലിയ ഒരു പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രയാർ ഗോപാലകൃഷ്ണൻ അവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഞാൻ നൽകിയ ഒരു നിവേദനം
നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് തടാകം സന്ദർശിക്കുകയും തടാക തീരത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ പൈതൃകമായ ഊട്ടുപുര അതൊക്കെ തന്നെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ ഗാർഡനും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വരുന്നവർക്ക് നല്ല ആസ്വാദ്യകരമായ രീതിയിൽ ഒരു സംവിധാനം ഒരുക്കണമെന്നൊക്കെ അദ്ദേഹം വലിയ താല്പര്യമെടുത്തയാളാണ്. എന്നാൽ പിന്നീട് തുടർന്ന് അതിൻ്റെ ഒരു നടപടികളും ആയിട്ടില്ല. ഇപ്പോൾ തന്നെ തടാകം എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ തടാകത്തിൻ്റെ ജലനിരപ്പ് കുറയുന്നതുമായി ബന്ധപ്പെട്ട് തടാകത്തിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പാരിസ്ഥിതികമായ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. തടാകത്തിൽ നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ തടാകം കാണാൻ ആസ്വദിക്കാനെത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ആസ്വാദികരമായ ഒരു സാഹചര്യം, പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ നമ്മളോട് വലിയൊരു ഇത് എന്തെങ്കിലും തരത്തിൽ ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ള ഒരു ആഗ്രഹം അവരും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എംപിയും MLAയും പുതിയ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളും ഒക്കെ തന്നെ അതിന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ ശാസ്താംകോട്ടയെ നമ്മുടെ ടൂറിസം ഭൂപടത്തിൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി തന്നെ മാറ്റുവാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ഇവിടെ കോളേജ് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന് അടുത്തുള്ള മുളങ്കാടുകളുമൊക്കെ തന്നെ നമുക്ക് ഈ നിരവധി വിവാഹങ്ങൾ കഴിഞ്ഞ് എത്തുന്നവരും ഇപ്പോൾ വിവാഹത്തിന് മുമ്പും ഒക്കെ തന്നെ ഫോട്ടോഷൂട്ടിനും വീഡിയോയ്ക്കും ഒക്കെ ആയി തിരഞ്ഞെടുക്കാറുള്ളത് കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി ശാസ്താംകോട്ട മാറിയിരിക്കുകയാണ്. കോളേജിൻ്റെ പരിസരം, അതുപോലെ തന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കുരങ്ങുകൾ, ഇവയൊക്കെ തന്നെ ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷവും സ്ഥലവും ഒക്കെയാണ്. അപ്പോൾ ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി നമുക്ക് വേണ്ടത്. ശാസ്താംകോട്ട തീർച്ചയായും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി തന്നെ വരുന്ന ആളുകളിൽ മാറും. അത് ഒരു ഗ്രാമീണ ടൂറിസം എന്ന രീതിയിൽ തന്നെ ശാസ്താംകോട്ട ക്ഷേത്രമുണ്ട്, മലനട ക്ഷേത്രമുണ്ട്, നമ്മുടെ തെക്കൻ മലയാറ്റൂർ എന്നറിയപ്പെടുന്ന ആഞ്ഞിലിമൂട് സെൻറ്റ് തോമസ് ദേവാലയമുണ്ട്, അതുപോലെ തന്നെ ചരിത്രപ്രസിദ്ധമായ നിരവധി മോസ്കുകളുണ്ട്, മയ്യത്തങ്കര പള്ളിയടക്കമുള്ള മോസ്കുകൾ. അപ്പോൾ ഇവയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഗ്രാമീണ ടൂറിസം, ആ ടൂറിസം പദ്ധതി നടപ്പാക്കിയാൽ തന്നെ നമ്മുടെ ശാസ്താംകോട്ടയ്ക്ക് വലിയൊരു വികസനം ശാസ്താംകോട്ടയ്ക്ക് ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. ചേട്ടാ, ഈ ശാസ്താംകോട്ട തടാകത്തിൻ്റെ ചരിത്രവും അല്ല ശാസ്താംകോട്ടയുടെ ചരിത്രമൊക്കെ ഒന്ന് പങ്കുവെക്കാം നമ്മുടെ പ്രേക്ഷകർക്കായിട്ട്. ശാസ്താംകോട്ട എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാര്യം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ശാസ്താംകോട്ട തടാകത്തിന് ചുറ്റും വലിയ മൊട്ടക്കുന്നുകൾ, ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, ആ കുന്നുകളുടെ നടുവിലായിട്ട് നമ്മളുടെ തടാകം, അതുപോലെ തന്നെ കാനന സദൃശ്യമായ നിരവധി ചെറിയ നമുക്ക് വനം പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള കാടുകൾ, ഇവയൊക്കെ തന്നെ നമ്മുടെ ശാസ്താംകോട്ടയുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ കുരങ്ങന്മാർ, ഇതൊക്കെ തന്നെ എങ്ങും ഇല്ലാത്ത മറ്റൊരു സ്ഥലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകൾ ശാസ്താംകോട്ടയ്ക്കുണ്ട്. നമ്മുടെ ലോകത്ത് തന്നെ 2ാമത് സർവ്വമത സമ്മേളനം നടന്ന സ്ഥലം ശാസ്താംകോട്ടയാണ്. അതുപോലെ തന്നെ നമ്മുടെ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു സ്ഥലം കൂടിയാണ്. പട്ടാള ക്യാമ്പിൽ ഫോൾഡോൾ എന്ന് പറയുന്ന വിഷം ആട്ടമാവിൽ കലർന്ന് 100 കണക്കിന് പട്ടാളക്കാരാണ് മരിച്ചു വീണത്. അത് എവിടെയൊക്കെ ഉള്ളവരാണെന്ന് പോലും അന്നറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരെയൊക്കെ തന്നെ ഇവിടെ നമ്മുടെ ശാസ്താംകോട്ടയുടെ പല ഭാഗങ്ങളിലായി അവർ മരണപ്പെട്ടവരെയൊക്കെ അടക്കം ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു ദുരന്തം നടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ തടാകത്തിൽ പോലും വലിയ ഒരു ദുരന്തമാണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ തന്നെ വലിയ ഒരു തോണി അപകടം നടന്ന സ്ഥലം കൂടിയാണ് ശാസ്താംകോട്ട. 1982 ജനുവരി 16 ഏകദേശം 24 പേരുടെ മരണത്തിനിടയാക്കിയ തോണി അപകടം നടന്നത്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ അപകടങ്ങളിൽ നടന്നവർക്ക് അവരുടെ സ്മാരകങ്ങളും അതുപോലെ തന്നെ അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളൊക്കെ കിട്ടിയിരുന്നു. എന്നാൽ ഇവിടെ ഈ മരണമടഞ്ഞവർക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു സഹായങ്ങളും അവരുടെ കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ഒരു അനുസ്മരണം തന്നെ തുടങ്ങിയത് കഴിഞ്ഞ ഒരു 5 വർഷമായി ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയതിനു ശേഷമാണ് നമ്മൾ അന്ന് ഒരു അനുസ്മരണം തുടങ്ങിയത്. അതെല്ലാ വർഷവും ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ട് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് രക്ഷപ്പെട്ടവരെയൊക്കെ നമ്മൾ ഇവിടെ ഈ അനുസ്മരണ ദിനത്തിൽ അവരെയൊക്കെ ആദരിക്കാറുണ്ട്. ജനപ്രതിനിധികളുമൊക്കെ തന്നെ ഇവിടെ എത്താറുണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള പ്രത്യേകതകൾ ശാസ്താംകോട്ടയ്ക്കുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സരസ്വതി ക്ഷേത്രമായ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, ആ കോളേജ് തന്നെ മറ്റ് നമ്മുടെ കോളേജുകൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ഒത്തിരി അകന്ന് തടാകത്തോട് ചേർന്ന് നമുക്ക് മറ്റ് ശബ്ദ ശല്യങ്ങളൊന്നുമില്ലാത്ത തരത്തിലുള്ള വലിയ ഒരു നല്ല സുന്ദരമായ ഒരു സ്ഥലത്താണ് കോളേജ് നിലനിൽക്കുന്നത്. നിരവധി വിവിധ രംഗങ്ങളിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നവർ നമ്മൾ അന്തരിച്ച ചലച്ചിത്രതാരം ഭരത് മുരളി അടക്കമുള്ളവർ പഠിച്ച കോളേജാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ മേഖലകളിലുള്ളവർ, സാംസ്കാരിക രംഗത്തുള്ളവർ, നമ്മുടെ രവിപിള്ളയെ പോലെ അടക്കമുള്ള വലിയ വ്യവസായികളൊക്കെ പഠിച്ച ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജുണ്ട്. അങ്ങനെ നിരവധി പ്രത്യേകതകൾ ശാസ്താംകോട്ടയ്ക്കുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ആഫ്രിക്കൻ പായൽ നിറയുന്നതും അതുപോലെ തന്നെ തടാകത്തിൽ ഈ കളകളും പോച്ചകളും നിറയുന്നതും. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഈ പിന്നിൽ കാണുന്ന ഈ കളകളും പോച്ചകളും ഒക്കെ തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, നമ്മുടെ കായൽ കൂട്ടായ്മ എന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എല്ലാ അവധി ദിവസങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിലുമൊക്കെ വിവിധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് രാവിലെ 9 മണി മുതൽ ഏകദേശം ഉച്ചവരെ അവരുടെ വലിയൊരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് എല്ലാ ദിവസവും ഈ തടാകത്തിനുള്ളിലെ ഈ കളകളും അതുപോലെ തന്നെ പോച്ചകളും പായലുകളും എല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2018 നമ്മളുടെ തടാകത്തിൽ ശുദ്ധജല തടാകങ്ങളിൽ കണ്ടുവരാത്ത വള്ളിപ്പായൽ എന്ന് പറയുന്ന ഒരു തരം പായൽ കാണാനിടയായത്. ആ പായൽ കണ്ടതിന് ശേഷമാണ് നമ്മുടെ തടാകത്തെ ഇത് നശിപ്പിക്കും, തടാകത്തിലെ ജൈവാവസ്ഥകളെ മുഴുവൻ ഇല്ലാതാക്കും, തടാകത്തിലെ മത്സ്യസമ്പത്തിന് വളരെ ദോഷമായി ഭവിക്കും എന്നൊക്കെയുള്ള ചില പഠനങ്ങളുടെയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പായലുകൾ നീക്കുന്നതിന് ഞങ്ങൾ മുന്നിട്ടിറങ്ങിയത്. പായലുകൾ നീക്കുന്നത് വലിയ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു. പരമ്പരാഗത രീതിയിൽ കയറിൽ കല്ല് കെട്ടിയതിന് ശേഷം നമ്മൾ വള്ളത്തിൽ ഈ കയറ് ഉള്ളിലേക്ക് കൊണ്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ കരയ്ക്ക് നിന്നുകൊണ്ട് ഈ കയർ വലിച്ച് കയറ്റുകയും ഈ പായലുകൾ മുഴുവൻ ആ കയറിൽ കുരുങ്ങി വരികയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. നിരവധി ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു. ഇത് നമ്മുടെ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ അവർ ഈ തടാകത്തിൽ വന്ന് ഇതിൻ്റെ പഠനം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്ന ആഫ്രിക്കൻ പായലാണ്. സാധാരണ ഈ ശുദ്ധജല തടാകത്തിൽ പഴമക്കാർ വരെ പറയുന്നുണ്ട്, ഇവരൊന്നും തന്നെ ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ പായലിൻ്റെ സാന്നിധ്യം നമ്മുടെ തടാകത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് ഉണ്ടായത് എന്ന് പറയുമ്പോൾ മറ്റ് കായലുകളിൽ മീൻ പിടിക്കാൻ പോകുന്ന വലകൾ, അവിടെ ഉപയോഗിച്ച വലകൾ കഴുകാതെ കൊണ്ടുവന്ന് നമ്മളുടെ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൽ മീൻ പിടുത്തത്തിന് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നാണ് അതിൻ്റെ ഈ പായലിൻ്റെ അരികൾ ഇരുന്നിട്ട് ഈ വെള്ളത്തിൽ കടന്നുകൂടി അങ്ങനെയാണ് ഈ പായലുകൾ ഇപ്പോൾ ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തടാകത്തിൻ്റെ ഈ അപ്പുറത്തുള്ള മറുകരയിലുള്ള വിളന്തറ, അതുപോലെ തന്നെ ആദിക്കാട്ട് പമ്പ് ഹൗസ്, പുന്നക്കാട്, ഈ ഭാഗങ്ങളിലൊക്കെ നിരവധി പ്രദേശത്ത് കിലോമീറ്ററുകളോളം ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് തടാകത്തിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്, തടാകത്തിൻ്റെ ജലത്തിൻ്റെ ഗുണത്തെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ തടാകത്തിലെ മത്സ്യസമ്പത്തിന് ദോഷം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ നിരവധി പരാതികൾ നമ്മുടെ അധികാരികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. എന്നാൽ ഞങ്ങളെ കൊണ്ടാകുന്ന തരത്തിൽ ഞങ്ങളിതൊക്കെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ 10-20 ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഒരു കൂട്ടായ ശ്രമത്തിൻ്റെ ഭാഗമായി ഈ കളകളൊക്കെ ഞങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നാളെയുമുണ്ട്, അടുത്ത ഞായറാഴ്ചയുമുണ്ട്, എല്ലാ പൊതു അവധി ദിവസങ്ങളിലും ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ പേരെന്താണ്? സ്വപ്ന. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പട്ടം, തിരുവനന്തപുരം. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്താണ് ശാസ്താംകോട്ട തടാകത്തൊന്ന് നിങ്ങളൊരു യാത്രയൊക്കെ ബോട്ട് യാത്രയൊക്കെ നടത്തി, എന്താണ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രകൃതി ഭംഗി കൊണ്ട് നമ്മൾ ഒന്നും പറയാനില്ല, സൂപ്പർബ്. പക്ഷേ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കൊരു സ്നാക്സ് കഴിക്കാനുള്ള ഒരു സ്ഥലമില്ല. പിന്നെ അത്യാവശ്യം 2 ബോട്ട് സർവീസ് ഉണ്ട്, അതൊക്കെ നല്ല മികച്ചതാണ്. പക്ഷേ ഈ റോഡ് ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടുന്നില്ല, അതിൻ്റെ ഒരു കുറവ് മാത്രം തോന്നി. ബാക്കിയെല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടൊരു കട വേണം, ഇവിടെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ളതും അങ്ങനെയൊക്കെ ഉള്ളവരും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കേരളത്തിലിരിക്കുന്ന സമയത്ത് കോവൂർ കുഞ്ഞുമോൻ MLA ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവർ 7 ദിവസം നിരാഹാര സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കിടന്നതാണ്. ഇന്നും ഇത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് നടക്കുന്നത്. എൻ്റെ വീഴ്ച എവിടെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമല്ല. നമസ്കാരം. ലാലിച്ചേട്ടാ,
ഈ തടാകത്തെക്കുറിച്ചുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താ? തടാകം എന്ന് പറയുന്നത് ഒരു ശുദ്ധജല തടാകമാണ്. പിന്നെ ആൾക്കാർ ഒരുപാട് തിരക്കുള്ളൊരു മേഖലയാണ് ഇവിടെ. എപ്പോഴും യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മൾക്ക് ഈ മഴ സമയത്ത് ഇവിടെ നിന്ന് കയറിയിരിക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയുള്ള ഇതൊക്കെയാണ്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് പിന്നത്തെ പ്രത്യേകിച്ച് പറയുന്നത് ഇതൊക്കെ തന്നെ. പിന്നെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ കോളേജും നമ്മുടെ ക്ഷേത്രമൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉപദ്വീപിലാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ ഇതിങ്ങനെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ 3 ചുറ്റിനുള്ളതാണല്ലേ? ഓക്കെ. ചേട്ടൻ്റെ ബുദ്ധിമുട്ടുകൾ, അതായത് ഇവിടുത്തെ തടാകമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? അതായത് ബുദ്ധിമുട്ടുകൾ എന്താ ഇപ്പോൾ പറഞ്ഞു, കയറി ഇരിക്കാനുള്ള സംവിധാനം ഇല്ല. നമുക്കൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്രക്കാർക്കൊന്നും കയറി ഇരിക്കാനുള്ള സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. യാത്രക്കാർ ഒന്നുമില്ല. വളരെ ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴക്കാലത്ത് ഈ കടത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ നടുക്ക് പോകാൻ മഴയൊക്കെ പെയ്യുന്നത് എന്താ, അങ്ങനെയാണ് അപ്പം നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ തള്ളി കഴിഞ്ഞാൽ പിന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുടയില്ലാതെ കുടമുത്ത് പിടിച്ചങ്ങ് പോകുമെന്ന് നമ്മളിതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ പോകുമല്ലോ. ഓക്കെ ഓക്കെ. എത്രത്തോളം ആളുകൾ ഒരു ദിവസത്തെ സഞ്ചരിക്കുന്നുണ്ട്? ഡെയിലി നമ്മൾ കണക്കൂട്ടി കഴിയുമ്പോൾ ഒരു 10-200 പേരെങ്കിലും ഡെയിലി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. ഇത് പടിഞ്ഞാറക്കല്ലേ? അത് ബെസ്റ്റല്ല, പടിഞ്ഞാറക്കല്ല. അവിടേക്ക് പോകാനുണ്ട് ആളുകൾ പോകുന്നുണ്ട്. രാവിലത്തെ സ്കൂള്, കോളേജ്, പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ആൾക്കാർ, പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, പിന്നെ മറ്റ് താലൂക്കിൽ പോകുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് കരകരപ്പെടുന്നത്. ഇപ്പോൾ പടിഞ്ഞാറക്കല്ലട പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഇങ്ങോട്ടാണ് വരുന്നത്. സ്കൂൾ തുറക്കുമ്പോഴും കോളേജ് തുറക്കുമ്പോഴും ഭയങ്കര തിരക്കുണ്ടാകുന്ന ആ സമയത്താണ് തിരക്കുണ്ടാകുന്നത്. ആ സമയത്ത് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇവിടെ ഒന്ന് കയറിയിരിക്കാനുള്ള സംവിധാനം ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ വരുന്ന യാത്രക്കാർക്ക് കയറിയിരിക്കാനുള്ള സംവിധാനം പോലും ഇല്ലെന്നാണ് പറയുന്നത്. അവർ വന്നു മഴയായാലും അവർ നനഞ്ഞും കൊണ്ടാണ് കരകരപ്പെടുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഹലോ ചേട്ടാ, അപ്പോൾ ചേട്ടൻ ഈ വണ്ടി അവിടെ താഴെ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് ഇവിടെ തടാകത്തിൽ വന്നായിരിക്കില്ല, എന്താണ് പറയാനുള്ളത് ഈ എക്സ്പീരിയൻസിനെ കുറിച്ച്? നമ്മൾ ശാസ്താംകോട്ട തടാകം കാണാൻ കുടുംബസമേതം വന്നതാണ്. തടാകത്തിലെ ബോട്ടിങ്ങൊക്കെ ആസ്വദിക്കാൻ വേണ്ടി. തടാകം നമ്മുടെ ദീർഘകാലമായി നമ്മൾ കാണുന്നതാണെങ്കിലും ഇവിടെ ഇങ്ങനെ ടൂറിസ്റ്റുകളുമൊക്കെ യഥേഷ്ടം വരുന്നൊരു സ്ഥലമല്ലേ. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. റോഡ് അങ്ങോട്ട് അറിയാതെ അങ്ങ് വണ്ടി ഇറങ്ങിപ്പോയി അവ തിരിച്ചു കയറാൻ വലിയ പ്രയാസപ്പെട്ടു. ഇവിടെ നിന്ന നാട്ടുകാരുടെയൊക്കെ സഹായത്തോടെയാണ് വണ്ടി ഇങ്ങനെ കയറി ഇവിടെ എത്തിയത്. അപ്പോൾ ആ ഒരു വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കാണാൻ വേണ്ടിയൊക്കെ നിരവധി സന്ദർശകരെത്തുമ്പോൾ അവർക്ക് ഇങ്ങനെ അസൗകര്യം ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കപ്പെടേണ്ടതാണ്. ചേട്ടാ, പ്രധാനമായിട്ടും 2 പരാതികളാണ് ഇവിടെ വന്ന ആളുകൾ ഉന്നയിച്ചത്. ഒന്ന്, അവർക്കിവിടെ മഴക്കാലത്ത് വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാന്ന് കയറി. 2, റോഡിൻ്റെ അവസ്ഥ. എന്താണ് ചേട്ടൻ പറയാനുള്ളത്? ഇപ്പം നമ്മുടെ ഈ തടാകത്തിലേക്ക് ഇറങ്ങുന്ന റോഡ് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ്. കാര്യം ഈ വാഹനങ്ങളൊക്കെ തന്നെ തടാകത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. വാഹനങ്ങൾ തിരിച്ച് കയറുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട MLA ഫണ്ടിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റോഡ് റീകോൺക്രീറ്റ് ചെയ്യുന്നതിനും അതിനുശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ ഇൻ്റർലോക്ക് ചെയ്യുന്നതിനും നമ്മൾ ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത്, നമ്മുടെ ഈ വള്ളത്തിൽ യാത്രക്കാർക്ക് മഴയും വെയിലും ഏറ്റ് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഉചിതമായി അവിടെ ഇരിക്കുന്നതിന് ഈ കടത്ത് വള്ളം കാത്തു നിൽക്കുന്നതിന് അവർക്ക് അവിടെ ഒരു ഇരിക്കുന്നതിനും അതൊക്കെ ആയിട്ടൊരു ഇരിപ്പിടം യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതും ഇതുപോലെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. MLA ഫണ്ടിൽ നിന്നും അവിടെ കടത്തുകാർക്ക് അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ വരുന്ന കടത്തിന് അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നവർക്ക് കാത്തു നിൽക്കുന്നതിനും കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ച് നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അടുത്ത സമയത്ത് തന്നെ ഇത് രണ്ടും സഫലീകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസവും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. അടുത്തതായി പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ തന്നെ പുരാതനമായ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം നമ്മുടെ സ്ത്രീകളുടെ ശബരിമല തന്നെ എന്ന് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ശബരിമലയിൽ ദർശനത്തിനായി പോകാനെത്തുന്ന അയ്യപ്പ ഭക്തർ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെത്തി ശാസ്താംകോട്ട തടാകത്തിൽ കുളി കഴിഞ്ഞതിന് ശേഷം ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ മാലയണിഞ്ഞാണ് വ്രതമെടുത്താണ് ശബരിമലയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ശബരിമല ഇടത്താവളം കൂടിയാണ് ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവർ പോലും ശബരിമലയിൽ പോയതിന് ശേഷവും അതിനു മുൻപേയും ശാസ്താംകോട്ട ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി പോകാറുണ്ട്. ഇവിടുത്തെ വാനരന്മാരും അതുപോലെ തന്നെ തടാകവും ഇവിടുത്തെ നയനമനോഹരങ്ങളായ മറ്റ് പ്രകൃതി ഭംഗിയും ഒക്കെ തന്നെ
വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരെ വളരെ രീതിയിൽ ആകർഷിക്കാറുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വാനരന്മാർ തന്നെയാണ്. അതുപോലെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ഉത്സവം. അതുപോലെ തന്നെ നമ്മുടെ രാമരാവണ യുദ്ധത്തിന് ശേഷം ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ശാസ്താംകോട്ടയിലെത്തുകയും ശാസ്താംകോട്ട തടാക തീരത്ത് ബലിതർപ്പണം നടത്തുകയും ചെയ്തു എന്ന് ഒരു ഐതിഹ്യം തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം ശാസ്താംകോട്ടയിലെ ശാസ്താവിന് കാവൽക്കാരായി ഇവിടെ വാനര സൈന്യത്തെ നിയോഗിച്ചു എന്നുമാണ് ഐതിഹ്യമാലയിൽ അടക്കം പറയുന്നത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെയേറെ അടുത്ത ഒരു ബന്ധം കൂടി ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിനുണ്ട്. ഇപ്പോൾ തന്നെ മണ്ഡലകാലമാണ്. നിരവധി ഭക്തജനങ്ങളാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തുന്നത്. ഇപ്പോൾ കോവിഡ് കാലമായതിനാലാണ് നമുക്ക് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാരെ ഇപ്പോൾ കാണാൻ സാധിക്കാത്തത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർ കെട്ടും നിറയ്ക്കുന്നത് ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ നിന്നാണ്. അതിനുശേഷം കൂട്ടമായി ശരണം വിളികളോടെ ശാസ്താംകോട്ട ജംഗ്ഷനിൽ കൂടി പോകുന്ന നൂറുകണക്കിന് ഭക്തരെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ കോവിഡ് എന്ന മഹാമാരി ഇതിനെല്ലാം ഇപ്പോൾ നമുക്ക് ശബരിമല ക്ഷേത്രത്തിലേക്കും അതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ തന്നെ ആളുകൾ എത്തുന്നതിനുള്ള ഒരു നിരോധനവും അതുപോലെ തന്നെ ആളുകളുടെ എണ്ണവും ഭക്തർ എത്തുന്നതിനുള്ള എണ്ണവും അതിന് നിജപ്പെടുത്തിയിട്ടുള്ളതിനാലാണ് ഇപ്പോൾ നമുക്ക് ഈ അയ്യപ്പന്മാരെ കാണാൻ കഴിയാത്തത്. കേരളത്തിലെ പ്രസിദ്ധമായ 5 ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നായ ശാസ്താംകോട്ട ക്ഷേത്രം അത് ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. ഇവിടുത്തെ പ്രസിദ്ധമായ വഴിപാട് എന്ന് പറയുന്നത് അടവഴിപാടാണ്. അതും ഈ പറയുന്നത് പോലെ തന്നെ ആളുകളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ജാതിമത ഭേദമന്യേ എല്ലാവരും ഈ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടാ, പത്രത്തിൽ വന്ന ഒരു വാർത്ത, ചേട്ടൻ ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു വാനറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയൊക്കെ ശ്രമിക്കുന്ന ഒരു വാർത്തയുണ്ട്. അത് പക്ഷേ വേദനാജനകമായ ഒരു വാർത്തയാണ്. ആ വാർത്ത കാണുമ്പോൾ തന്നെ എന്താണ് ആ അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? ഇത് കഴിഞ്ഞ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ സമയത്തായിരുന്നു ശാസ്താംകോട്ട ജംഗ്ഷനിൽ വെച്ച് ഏതോ ഒരു അജ്ഞാത വാഹനം തട്ടി ഒരു കുട്ടിക്കുരങ്ങൻ വാഹനമിടിച്ച് രക്തം വാർന്നു കിടക്കുന്നതായി 1-2 സുഹൃത്തുക്കൾ എന്നെ വിളിച്ചറിയിച്ചു. ഞാനും എന്നോടൊപ്പമുള്ള 2-3 പേരും ഉടൻ തന്നെ അവിടെ എത്തി ഈ കുട്ടിക്കുരങ്ങനെ ശാസ്താംകോട്ട മൃഗാശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും ഫസ്റ്റ് എയ്ഡ് ചെയ്തതിന് ശേഷം അന്നേരം തന്നെ അവർ അത് കൊല്ലം വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് അതിനെ കൊല്ലത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടെ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കി. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സർജറികളോ മറ്റോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള ഉറപ്പിൽ മറ്റ് മരുന്നുകളും ഇഞ്ചക്ഷനുകളും ഒക്കെ നൽകിയിട്ട് അവിടെ ശുശ്രൂഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പിറ്റേ ദിവസം ഒരു ഉച്ചയോടുകൂടി ആ കുട്ടിക്കുരങ്ങൻ മരണപ്പെടുകയാണ് ഉണ്ടായത്. സമാനമായ സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു വാഹനമിടിച്ച ഒരു കുരങ്ങനെ ഇവിടെ നിന്ന് പത്തനംതിട്ടയിലുള്ള ഫോറസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ ഗുരുതരമായ പരിക്കായതിനാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മരണപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ വാനന്മാർക്ക് നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് മുഖ്യമന്ത്രി തന്നെ പറയുകയുണ്ടായി, എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ശാസ്താംകോട്ടയിലെ വാനരന്മാർക്ക് ഭക്ഷണം ഉറപ്പാക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം മുതൽ തന്നെ ശാസ്താംകോട്ട ക്ഷേത്രത്തിന് പുറത്തുള്ള ക്ഷേത്രത്തിനകത്തുള്ള വാനരന്മാർക്ക് ക്ഷേത്രത്തിനകത്ത് ഭക്ഷണം ലഭിക്കും എന്നുള്ളതും അതുപോലെ തന്നെ പുറത്തുള്ള വാനരന്മാർക്ക് ഭക്ഷണം ലഭിക്കാൻ സാധ്യതയില്ല. കാരണം ഈ സ്ഥാപനങ്ങളുമൊക്കെ തന്നെ ലോക്ക്ഡൗൺ കാലത്ത് അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് പിറ്റേ ദിവസം മുതൽ ഈ പുറത്തുള്ള വാനരന്മാർക്കും അതുപോലെ തെരുവ് പട്ടികൾക്കും ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതി തുടങ്ങി. അതിനുശേഷം നിരവധി യുവജന സംഘടനകളുമൊക്കെ തന്നെ ഓരോ ദിവസവും വാനന്മാർക്ക് ഭക്ഷണം നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ അവസാനിച്ചപ്പോഴാണ് അത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇടയ്ക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം ഇക്കാര്യത്തിലുണ്ട്. അതോടൊപ്പം തന്നെ നിക്കീസ് കഫേയിൽ ചേട്ടനെ അതിയായി വിളിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ നല്ല പേര് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വാർഡ് തലത്തിൽ ചെയ്ത എന്താണ് കുറേയധികം പ്രവർത്തനം, ഹരിത മിഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ട്യൂബ് ലൈറ്റ് കൊടുക്കൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേയധികം പ്രവർത്തനം കൂടി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അവർ പ്രവർത്തനങ്ങൾ, യുണീക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് ഒന്ന് വിശദമാക്കാമോ? കഴിഞ്ഞ 5 വർഷം ഞാൻ ശാസ്താംകോട്ട ടൗൺ വാർഡിനെ പ്രതിനിധീകരിച്ച് ജനപ്രതിനിധിയായിരുന്നു. ഒരു സ്വതന്ത്രനായി മത്സരിച്ചാണ് ജനപ്രതിനിധിയായത്. ഒരു നിരവധി പ്രവർത്തനങ്ങൾ ശാസ്താംകോട്ട ടൗൺ വാർഡിന് വേണ്ടി നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
കൊല്ലം ജില്ലയിലെ തന്നെ ആദ്യത്തെ ഹരിത വാർഡായിട്ട് ശാസ്താംകോട്ട ടൗൺ വാർഡിനെ ഹരിത കേരള മിഷൻ ഈ കഴിഞ്ഞ കേരള പിറവി ദിനത്തിൽ നവംബർ 1-ാം തീയതി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ തടാകത്തിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഹരിതവൽക്കരണം തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അത്തരം ഒരു അവാർഡ്, ജില്ലയിൽ തന്നെ ആദ്യമായി ഒരു വാർഡിന് ഒരു അവാർഡ് ലഭിക്കുവാനിടയായത്. അതുപോലെ തന്നെ നമ്മൾ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഫിലമെൻ്റ് രഹിത വാർഡായി ശാസ്താംകോട്ട ടൗൺ വാർഡ് പ്രഖ്യാപിക്കപ്പെട്ടു. അതിൻ്റെ തുടക്കം നമ്മൾ കോളേജിലെ NCC വിദ്യാർത്ഥികളുമായി ചേർന്നുകൊണ്ട്, അതുപോലെ തന്നെ ശാസ്താംകോട്ട പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളുമായി ചേർന്നുകൊണ്ട് ഓരോ വീടിനും നമ്മൾ ഒരു LED ബൾബ് സൗജന്യമായി നൽകിക്കൊണ്ട് ആ വീട്ടിൽ സർവേ നടത്തിയതിന് ശേഷം ആ വീടുകളിലെ ഫിലമെൻ്റുള്ള ബൾബുകൾ മാറ്റി അതിന് പകരം മിതമായ നിരക്കിൽ തന്നെ നമ്മളവിടെ LED ബൾബുകൾ ആ വീടുകളിലൊക്കെ കൊടുത്തു. ഇപ്പോൾ KSEB പോലും നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ അതിനു മുന്നേ തന്നെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡ് ഫിലമെൻ്റ് രഹിത വാർഡായി പ്രഖ്യാപിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അതിലും വലിയ അതിയായ സന്തോഷം അക്കാര്യത്തിലുണ്ട്. നമ്മുടെ ഈ വാർഡിലെ ഗ്രാമവാസികളെല്ലാം ഈ പ്രവർത്തനങ്ങളുമായി എന്നോടൊപ്പം വളരെ നിസ്വാർത്ഥമായ സഹകരണമാണ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷകരമായ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അത് കുറച്ചൊരു ദുഃഖകരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അപ്പോൾ ഞാൻ ഇവിടെ ശാസ്താംകോട്ട കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വളരെ പെട്ടെന്നാണ് ശാസ്താംകോട്ടയെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ചേട്ടൻ ദിലീപേട്ടനെ വിളിക്കുന്ന സമയത്ത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു ഇലക്ഷനാണ് പ്രതികരിച്ചിരുന്നു, അതോടൊപ്പം അതിനകത്ത് പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാമിൽ വരുമോ എന്നുള്ള കാര്യം തന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് വന്നു, അതിന് വളരെയധികം സന്തോഷം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല രാഷ്ട്രീയ പ്രമുഖരോടൊക്കെ ചർച്ച ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് അവർ പറഞ്ഞ കാര്യം ദിലീപേട്ടൻ തന്നെയായിരുന്നു ശാസ്താംകോട്ട ജയിക്കേണ്ടത് എന്ന് ഒരു മറുപടി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊരു മറുപടി കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ദിലീപേട്ടൻ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പ് ഒരാൾക്ക് മാത്രമേ ജയിക്കുവാൻ കഴിയൂ. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്, ഞാൻ ഒരു വാർഡിലല്ല മത്സരിച്ച് ബ്ലോക്കിലേക്കാണ് മത്സരിച്ചത്. ബ്ലോക്കിൽ 8 വാർഡുകളാണുള്ളത്. അപ്പോൾ അത് രാഷ്ട്രീയമായി വലിയ ഒരു മത്സരം ആണ് ബ്ലോക്കിലേക്ക് നടന്നിട്ടുള്ളത്. എങ്കിലും ആയിരക്കണക്കിന് പേർ എനിക്ക് പിന്തുണ നൽകി എന്നെ അവരുടെ ഹൃദയാഭിവാദ്യം വോട്ടായി എനിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് വോട്ട് രേഖപ്പെടുത്തിയവരോടും വോട്ട് രേഖപ്പെടുത്താത്തവരും എല്ലാവരോടും ഒരേ മനസ്സ് തന്നെയാണുള്ളത്. പിന്നെ ഒരു ജനപ്രതിനിധി അല്ലാതെ തന്നെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുവാനും അതുപോലെ തന്നെ പൊതുപ്രവർത്തനം നടത്തുന്നതിനും നമ്മുടെ വാർഡിലെയും വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്നതിന് ഇനിയും എനിക്ക് കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടിയുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പുതിയ ഭരണസമിതി അംഗങ്ങളുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ, കഴിയുന്ന വേഗത്തിൽ പലവിധ വികസന പ്രവർത്തനങ്ങൾ ഒരു താലൂക്കിൻ്റെ ആസ്ഥാനം എന്ന നിലയിൽ ശാസ്താംകോട്ട ടൗൺ വാർഡിന് ഇനിയും നേടിയെടുക്കുവാനുണ്ട്. അത് ഹോസ്പിറ്റലിൻ്റെ കാര്യമായാലും KSRTC ബസ് ഡിപ്പോയുടെ കാര്യമായാലും അതുപോലെ തന്നെ തടാകത്തിൻ്റെ കാര്യമായാലും ഇതിനൊക്കെ തന്നെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെയൊക്കെ വികസനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിക്കീസ് കഫേ കിരൺ കഴിഞ്ഞ കുറേ നാളുകളായി യൂട്യൂബിൽ നിരവധി വീഡിയോകൾ ചെയ്യുന്നുണ്ട്. ഇത് ചിലതൊക്കെ ഞാൻ കാണാൻ ഇടയാക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ തരത്തിൽ ഉള്ള വീഡിയോകളാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ നിരവധി MLA-മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അതൊക്കെ തന്നെ വളരെ ജനകീയമായി ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു ചാനലിലെ ഒരു വാർത്തയ്ക്കപ്പുറം, വാർത്താധിഷ്ഠിത പരിപാടി എന്ന അതിനും അപ്പുറത്തേക്ക് വലിയ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഈ നിക്കീസ് കഫേയുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെന്നെത്തുന്നുണ്ട് എന്ന് അറിയുവാൻ കഴിഞ്ഞു. ഇത് വലിയ ഒരു അഭിമാനം തന്നെയാണ്. തുടർന്നും നിരവധി വീഡിയോകൾ ജനോപകാരപ്രദമായ, ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന നിരവധി വിഷയങ്ങൾ, നിരവധി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കിരണിനും നിക്കീസ് കഫേക്കും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ ദിലീപേട്ടൻ ഇത്രയും നേരം നമ്മളോട്, ഇപ്പോൾ രാത്രിയാവുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തുടങ്ങിയ പ്രോഗ്രാമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിനും വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തന്നതിന് ഒരുപാട് നന്ദി.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചത് എന്താണെന്ന് അറിയാം, ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിനകത്ത് എന്താണ് അടപിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു വിരക്തി, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു മടുപ്പ് തോന്നുന്നില്ല, അങ്ങനത്തെ ഒരു ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ ശാസ്താംകോട്ട ജംഗ്ഷൻ വന്നപ്പോൾ വീണ്ടും വളരെ ആക്റ്റീവായിട്ട് പഴയതുപോലെ തന്നെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാനും മറ്റുള്ള ആളുകളോടൊപ്പം തന്നെ ഇവിടെ അവരുടെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നി. എന്തായാലും ഇനിയുള്ള ഭാവി ജീവിതത്തിന് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാവിധ ആശംസകളും നേരെയാണ്. നന്ദി, നമസ്കാരം. നന്ദി.